വാർത്തയിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബഡ്ജറ്റ് പ്രഖ്യാപനം നാളെ ഇങ്ങനെ ഉറ്റുനോക്കുകയാണ്. ഭാരതത്തിന് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒപ്പം കേരളത്തിനും. ഒന്ന് കേന്ദ്ര സർക്കാർ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും സാധാരണക്കാരായ സാധാരണ കൂടി അഡ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് നൽകുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കും. എന്ന് മാത്രമല്ല അത് വ്യാവസായിക മേഖലയായി കഴിഞ്ഞാലും ഏത് മേഖലയായി കഴിഞ്ഞാലും അല്ലേ. പ്രത്യേകിച്ച് ഈ നികുതി ഘടനകളിലൊക്കെ ഒരു ഇളവ് പ്രഖ്യാപിക്കുമ്പോൾ അത് സാധാരണക്കാരുടെ കൈകളിലൂടെ ആ പണത്തിന്റെ ഒഴുക്ക് ലഭ്യമാകുന്ന തരത്തിലാണ്. എനിക്ക് തോന്നുന്നു KP നാളെ ബജറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി എനിക്ക് തോന്നുന്നത് ശരിക്കും ഇത് രാജ്യത്തെ ഒരു വലിയ വൻ സാമ്പത്തിക ശക്തിയായി അടിമുടി മാറ്റിമറിക്കാനുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനം. മൂന്നാമത്തെ ലോക സാമ്പത്തിക ശക്തിയായി മാറുകയാണ് ഭാരതം. ഇനി അധികം വൈകും മുമ്പേ ഭാരതം ലോകത്തെ വമ്പൻ ഒന്നാമത്തെ സാമ്പത്തിക സൈനിക ശക്തിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നയിക്കുന്നത് സാക്ഷാൽ മോദിയാണ്. പിന്നെ ബജറ്റ് അവതരിപ്പിക്കുന്നത് ആരാ? നമ്മുടെ അയൺ ലേഡി നിർമ്മല സീതാരാമൻ. അപ്പം കർഷകരെ ആയിക്കോട്ടെ, യുവജനങ്ങളെ ആയിക്കോട്ടെ, ആരോഗ്യത്തെ ആയിക്കോട്ടെ, പ്രതിരോധത്തെ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാത്തിനെയും എല്ലാ സമസ്ത മേഖലകൾക്കും ചേർത്ത് നിർത്തുന്ന കരുതലോടെയുള്ള ഒരു ബജറ്റ് ആയിരിക്കും. ഏതായാലും നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റിന് കാതോർത്ത് രാജ്യം. നാളെ ധനമന്ത്രി ഡോക്ടർ നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കും. നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 9ാമത്തെ ബജറ്റായിരിക്കും ഇത്. വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ചിരികാണ്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് രാജ്യം കാതോർത്തിരിക്കുകയാണ് ബജറ്റിനായി. ജനക്ഷേമകരമായ, ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന കരുതലോടെയുള്ള ഒരു ബഡ്ജറ്റ്. അങ്ങനെ തന്നെയാണ് രാജ്യമെങ്ങും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അല്ലേ? ഗുഡ് മോർണിംഗ് ബോത്ത് ഓഫ് യു. നമ്മുടെ ബജറ്റിലേക്ക് വരികയാണെങ്കിൽ ബജറ്റിൽ വലിയ പ്രതീക്ഷ അത് എല്ലാ മേഖലകൾക്കുമുണ്ട്. അത് ഏതെങ്കിലും ചെറുകിട മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല, മറ്റ് സ്റ്റാർട്ടപ്പുകൾ, വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന, ഇറക്കുമതി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അങ്ങനെ ഏതെങ്കിലും വ്യത്യസ്ത മേഖലകൾ അല്ല പ്രതീക്ഷിക്കുന്നത്. സമസ്ത മേഖലകളിലും കേന്ദ്ര ബജറ്റിൽ കേന്ദ്ര സർക്കാരിന്റെ കയ്യൊപ്പ് പതിയും എന്ന പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിർമ്മല സീതാരാമൻ നാളെ ബജറ്റ് അവതരിപ്പിക്കുന്നു. അവരുടെ തുടർച്ചയായ 9ാമത്തെ ബജറ്റ് അവതരണമായിരിക്കും ഇത് എന്നുള്ളതാണ്. സമീപകാല ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച അവതരിപ്പിക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിന് ഉണ്ട്. 2017 വരെ ഫെബ്രുവരി അവസാന പ്രവൃത്തി ദിനത്തിലായിരുന്നു ഈ ബജറ്റിന്റെ അവതരണം നടക്കാറുണ്ടായിരുന്നത്. അങ്ങനെ ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇനി ബജറ്റിന്റെ ഒരു ഉള്ളടക്കത്തിലേക്ക് വരികയാണെങ്കിൽ, പുതിയ നികുതി ഘടനയുമായി ബന്ധപ്പെട്ട് നികുതി പരിഷ്കരണങ്ങൾക്ക് ഇനിയും ഇടവുണ്ട് എന്നുള്ളതാണ് അനലിസ്റ്റുകൾ കണക്കാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ശമ്പള വരുമാനക്കാരുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയാണ്. ഇത് 1 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കും എന്ന വലിയൊരു പ്രതീക്ഷ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇറക്കുമതി, കയറ്റുമതി എന്നിവയുമായി ബന്ധപ്പെട്ട് ഉത്തേജനം നൽകുന്ന പാക്കേജുകൾ നമ്മുടെ ബജറ്റിൽ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലേക്ക് കൂടുതലായി വിദേശ നിക്ഷേപം ആകർഷിക്കാനും ഇതിലൂടെ സർക്കാരിന് സാധിക്കും. ആ തരത്തിലുള്ള ഒരു നീക്കം നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറയുന്ന സമഗ്രമായ കരാറിന് ഒപ്പുവെച്ചിരുന്നു. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒപ്പുവെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കയറ്റുമതി, ഇറക്കുമതി, അതുമായി ബന്ധപ്പെട്ട പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കാനും മറ്റും സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല, മോദി ഗവൺമെന്റ് കൂടുതൽ ഊന്നൽ നൽകുന്ന ഈ സ്റ്റാർട്ടപ്പുകൾ, AI ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകളുടെ വികസനത്തിന് വലിയ ഊന്നൽ നൽകുന്നുണ്ട്. അവിടേക്ക് സ്വാഭാവികമായും സർക്കാരിന്റെ ശ്രദ്ധ എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മറ്റൊന്ന് കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിൽ നിലവിൽ 6,000 രൂപ വെച്ച് നൽകുന്ന ഒരു രീതി പിന്തുടർന്നു പോരുന്നുണ്ട് 3 ഗഡുക്കളായി. അതിലൊരു വർധനവിനുള്ള സാധ്യത കാണുന്നുണ്ട്. നേരത്തെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു. അതിപ്പോൾ VBG റാംജി ആക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതിലേക്കുള്ള തുക കൂടുതലായി നീക്കിവെക്കാനും ഉള്ള സാധ്യത കാണുന്നു എന്നുള്ളതാണ് ആ രംഗത്ത് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്, അതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ പാമ്പർ ചെയ്യുന്ന രീതിയിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ബജറ്റ് ഇന്നേ വരെ വന്നിട്ടില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ
രാഷ്ട്രീയക്കാരൊക്കെ തന്നെ പറയാറുള്ളത്. കേരളത്തിന് വലിയ പ്രതീക്ഷകളാണ്, വാനോളം പ്രതീക്ഷകൾ കേരളത്തിനുണ്ട്. കഴിഞ്ഞ 10-11 കൊല്ലമായി ഇത് തന്നെയാണ് കേൾക്കുന്നത്. വലിയ പ്രതീക്ഷകൾ, അത് വരും, ഇത് വരും, അതാണ് പ്രതീക്ഷകൾ, ഇതാണ് പ്രതീക്ഷകൾ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന്റെ പേരിലോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ കൂടുതലായി പാമ്പർ ചെയ്യുന്ന രീതിയിലോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ബജറ്റിൽ ഇന്നേ വരെ, ഈ നിമിഷം വരെ നരേന്ദ്രമോദി സർക്കാർ ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. രാജ്യത്തിന് പൊതുവായി ഗുണകരമാകുന്ന, അത് ഓരോ മേഖലയായി തിരിച്ച് അതിന് ഗുണകരമാകുന്ന രീതിയിലുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാകാറുള്ളത്. പിന്നീട് ഓരോ സംസ്ഥാനങ്ങൾക്കും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അത് അതിവേഗ റെയിൽപാതയായിക്കോട്ടെ, ഇപ്പോൾ കേരളം പ്രതീക്ഷിക്കുന്നത് അതിവേഗ റെയിൽപാതയ്ക്കുള്ള നിക്ഷേപം എത്താനുള്ള സാധ്യത, ഇതിൽ ഫണ്ട് അലോക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പ്രഖ്യാപനം ഉണ്ടാകും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവിക നടപടി എന്ന രീതിയിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ പാമ്പറിംഗ് അത് നരേന്ദ്രമോദി സർക്കാർ ഇന്നേ വരെ ചെയ്തിട്ടില്ല. അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായി രാജ്യത്തിന്റെ സമഗ്രമായ അടിസ്ഥാന സൗകര്യ വികസനത്തിന്, കയറ്റുമതി ഇറക്കുമതി രംഗത്ത്, സ്റ്റാർട്ടപ്പുകളുടെ വികസനത്തിന്, കാർഷിക രംഗത്ത്, ഇങ്ങനെ ഓരോ മേഖലകളായി തിരിച്ചുള്ള രീതിയിൽ തന്നെയായിരിക്കും ബജറ്റ് ഉണ്ടാകാൻ പോകുന്നത്. മുൻകാലങ്ങളിലും അതെ, ഇനിയും അത് തന്നെയാകാനാണ് സാധ്യത. തീർച്ചയായും ശ്രീകാന്ത്, അങ്ങനെ തന്നെയാണ്. ശ്രീകാന്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് ഓരോ സംസ്ഥാനങ്ങളെയും പ്രത്യേകിച്ച് പരിഗണിക്കാതെ, അതായത് ഒരു പ്രത്യേക പാമ്പറിംഗ് ഒന്നുമില്ല, എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ പരിഗണിക്കുക, ഒരുപോലെ ചേർത്ത് പിടിക്കുക. കാരണം ഭാരതം കുതിക്കണം, അതിന് ഇവിടുത്തെ ഓരോ സംസ്ഥാനങ്ങളും കുതിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ കേരളത്തിലെ ഭരണാധികാരികൾ പറയുന്നത്, കേരളത്തെ അവഗണിക്കുന്നു, സംസ്ഥാനത്തെ അവഗണിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യം മറിച്ചാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? എല്ലാ സംസ്ഥാനങ്ങൾക്കും അർഹമായതെന്തോ അത് കൃത്യമായി കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. തീർച്ചയായും. അങ്ങനെ എന്തായാലും ഒരുപാട് പ്രതീക്ഷകൾ ഉണർത്തുന്ന വിവരങ്ങളാണ് ശ്രീകാന്ത് ഡൽഹിയിൽ നിന്നും പങ്കുവച്ചത്. അതിൽ സാധാരണക്കാരെ ചേർത്ത് നിർത്തുന്ന പ്രഖ്യാപനങ്ങളുണ്ടാകും, കർഷകരെ ചേർത്ത് നിർത്തുന്ന പ്രഖ്യാപനങ്ങളുണ്ടാകും, പ്രതിരോധ മേഖലയിലൊക്കെ കൂടുതൽ കരുതൽ, അല്ലെങ്കിൽ കൂടുതൽ വികസന പദ്ധതികൾക്കൊക്കെ ആക്കം കൂട്ടുന്ന ഒരു ബജറ്റായിരിക്കും ഒന്ന് ഏറ്റവും ശ്രദ്ധേയമാകുന്ന എനിക്ക് തോന്നുന്നു ഈ സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയൻ, അല്ലേ? അത് കൃത്യമായി പ്രതിഫലിക്കുന്ന ഒരു ബജറ്റ് ആയിരിക്കും. കാരണം ഇപ്പോൾ തന്നെ ആ ഒരു കരാറിലൂടെ ഭാരതത്തിന് എത്രത്തോളം സാധ്യതകളുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. ലോകം തന്നെ ഭാരതത്തിന്റെ നിലപാടുകളെ ഉറ്റുനോക്കുകയാണ്, കാത്തിരിക്കുകയാണ്. പറഞ്ഞത് ലോകത്തെ നയിക്കുന്നത് ഭാരതമാണെന്നാണ് ഇന്നത്തെ കാലത്ത്. അതായത് അമേരിക്കയൊക്കെ മാറി, ആ കാലം മാറിക്കഴിഞ്ഞു, അതൊക്കെ പോയി. അതെ, അതായത് ലോകത്തിന്റെ മാതാവായി ഭാരതം മാറുന്നൊരു കാഴ്ച കാണുന്നു എന്നാണ് ഉർസുല റിപ്പബ്ലിക് ഡേയിൽ പറഞ്ഞത്. യൂറോപ്യൻ യൂണിയൻ നേതാവാണ്. അങ്ങനെ ലോകത്തെ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാറുകയാണ് ഓരോ ദിവസം കഴിയുന്തോറും ഭാരതം. അതിന് ഈ ബജറ്റ് എത്രത്തോളം ആക്കം കൂട്ടും, ഈ ബജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, എന്തായാലും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതെ, നമുക്കറിയാം എത്രത്തോളമാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു കരുതൽ ഇനിയും നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. കാരണം ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ആ ഒരു ചേർത്ത് പിടിക്കൽ എത്രത്തോളം ഹൃദ്യമാകും എന്ന് നമുക്ക് കണ്ടറിയാം, അല്ലേ? KP, നമ്മൾ ശ്രീകാന്ത് വിശദമായി ലൈവിൽ വിവരങ്ങൾ അവതരിപ്പിച്ചു. ഇനി ഡൽഹിയിൽ മറ്റൊരു